INRI, യൂതന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ എന്നെഴുതപ്പെട്ട കുരിശിന്മേൽ ഈശോ കിടക്കുമ്പോൾ അവിടുത്തെ അവസാനത്തെ സംഭാഷണം ഇടതും വലതുമായി കിടന്ന രണ്ട് കള്ളന്മാരോടായിരുന്നു. ഒന്നാമൻ ഈശോയോട് പറഞ്ഞു, നീ ക്രിസ്തുവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. ഈശോ അവന് ചെവി കൊടുത്തില്ല, അവനോട് ഒരു മറുപടിയും പറഞ്ഞില്ല. അവൻ്റെ വാക്കുകളിൽ നിരാശയുണ്ടായിരുന്നു, നീരസമുണ്ടായിരുന്നു, അന്ധകാരമുണ്ടായിരുന്നു, അധിക്ഷേപമുണ്ടായിരുന്നു. രണ്ടാമത്തെ കള്ളൻ ഇപ്രകാരം പറഞ്ഞു, യേശുവേ, അങ്ങയുടെ രാജ്യത്തിൽ അങ്ങ് എന്നെയും ഓർക്കണമേ എന്ന്. ആ വാക്കുകളിൽ പ്രതീക്ഷയുണ്ട്, പ്രകാശമുണ്ട്, സമാധാനമുണ്ട്, സംയമനമുണ്ട്. ഉടൻ തന്നെ ഈശോ അവന് മറുപടി നൽകി, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളിൽ നമുക്കുള്ള ഒന്നാമത്തെ പാഠം ഈ രണ്ടാമത്തെ കള്ളനിൽ നിന്നാണ്. അതായത്, ഈശോ എല്ലാത്തിൻ്റെയും പരിഹാരകനല്ല, പക്ഷേ ഈശോ എല്ലായ്പ്പോഴും നമ്മുടെ പരിപാലകനാണ്. മരണം മുന്നിൽ കാണുമ്പോഴും ഒന്നാമത്തവൻ രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നാൽ രണ്ടാമത്തവനാകട്ടെ മരണത്തിനപ്പുറമുള്ള പറുദീസായിൽ സ്വർഗരാജ്യത്തിൽ അംഗത്വത്തിനു വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണമെന്നില്ല, എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് രക്ഷ നൽകണമെന്നില്ല, വ്യക്തിബന്ധങ്ങളിലെ വിള്ളലുകൾ ചേർക്കണമെന്നില്ല. നമ്മുടെ വേദനകളിലൂടെ, വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈശോ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ തൊട്ടടുത്ത് കുരിശിന്മേൽ അവിടുന്നുമുണ്ട് എന്ന ബോധ്യമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് ആ നല്ല കള്ളനെ പോലെ നമുക്കും പ്രതീക്ഷയോടെ കർത്താവിൻ്റെ പ്രകാശത്തിൽ ജീവിക്കാം. രണ്ടാമത്തെ പാഠം നമുക്ക് നൽകുക പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളിന് കൃത്യം ഒരു മാസം മുൻപ്, അതായത് ഒക്ടോബർ മാസം 24-ാം തീയതി, പരിശുദ്ധ പിതാവ് തൻ്റെ ഏറ്റവും പുതിയ ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചു. അതിലെ 2 ഖണ്ഡികകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒന്നാമത്തേത് 37-ാം ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു, മറ്റുള്ളവരുടെ വാക്കുകളാൽ, പ്രവൃത്തികളാൽ നിങ്ങൾ മുറിവേറ്റിരിക്കുമ്പോൾ, ഇനിയും ആരെ ഞാൻ വിശ്വസിക്കും എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ, കർത്താവ് നിന്നോട് പറയും, മകനെ ധൈര്യമായിരിക്കുക, മകളെ ധൈര്യമായിരിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വാക്കുകൾ കടമെടുത്തിരിക്കുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്നാണ്. ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ ധൈര്യമായിരിക്കുക. ഈശോ രക്തസ്രാവക്കാരി സ്ത്രീയോട് പറഞ്ഞു, മകളെ ധൈര്യമായിരിക്കുക. ചാക്രിക ലേഖനത്തിലെ 2-ാമത്തെ വാക്യം 40-ാം ഖണ്ഡികയിൽ നിന്നാണ്. അതിപ്രകാരമാണ്, എപ്പോഴൊക്കെ നിങ്ങൾ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നുണ്ടോ, ആരെല്ലാം നിങ്ങളെ വിലമതിക്കാതിരിക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം ഓർക്കുക, കർത്താവ് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. സ്നേഹമുള്ളവരെ, ഈ തിരുനാളിൽ നാം ഓർക്കേണ്ട സത്യവും ഇതുതന്നെയാണ്. അവഗണനകളുടെയും വിലമതിക്കപ്പെടാത്ത അവസരങ്ങളുടെയും ഇടയിൽ രാജാവായ ക്രിസ്തു നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. അവിടുന്ന് നമ്മെ പരിഗണിക്കുന്നു, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു. ഈശോ പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ 6 പ്രാവശ്യമാണ് രാജാവ്, രാജ്യം എന്നീ വാക്കുകൾ ആവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ തിരുനാളിൽ ഈശോ നമ്മുടെ രാജാവായുണ്ടെങ്കിൽ, ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവാണെങ്കിൽ, അവിടുന്ന് നമുക്ക് ധൈര്യവും പ്രത്യാശയും നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്കുള്ള മൂന്നാമത്തെ പാഠം ഏകദേശം 100 വർഷം പഴക്കമുള്ള ഒരു സംഭവത്തിൽ നിന്നാണ്. അതായത് 1925-ലാണ് 11-ാം പിയൂസ് മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആരംഭിക്കുക. ആ ലേഖനത്തിൽ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ഭരണം എവിടെയുണ്ടോ അവിടെ ക്രിസ്തുവിൻ്റെ സമാധാനവുമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ, നമ്മുടെയൊക്കെ സമൂഹത്തിൽ സമാധാനത്തിൽ ജീവിക്കാൻ, സമാധാനം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും മറ്റു പല വ്യക്തികളും മറ്റ് പല കാര്യങ്ങളും
അതിക്രമിച്ചോ അല്ലാതെയോ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെയൊക്കെ സമാധാനം നഷ്ടപ്പെടുക. നമുക്കിന്ന് പരിശോധിക്കാം. സമാധാനമുള്ള, ആനന്ദമുള്ള ഒരു ജീവിതമാണോ നാം ആഗ്രഹിക്കുക? എങ്കിൽ യേശു നമ്മുടെ രാജാവായി ഉണ്ടായിരിക്കണം. യേശുവിൻ്റെ കൽപ്പന നാം പാലിക്കുന്നുണ്ടെങ്കിലാണ് അവിടുന്ന് നമ്മുടെ രാജാവായി നമ്മുടെ കൂടെ ഉണ്ടാവുക. എല്ലാ ദിവസവും പലതവണ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. അവിടെ ഇപ്രകാരം നാം പ്രാർത്ഥിക്കും: അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന്. നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ, നമ്മുടെ പദ്ധതികളെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് ചെവി കൊടുക്കാൻ, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ രാജ്യം നമ്മുടെ ഇടയിലുണ്ടാകും. കർത്താവ് നമ്മുടെ രാജാവായി ഉണ്ടാകും. ഇപ്രകാരം യേശു നൽകുന്ന സമാധാനവും അവിടെ നൽകുന്ന സന്തോഷവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ അനുഭവിക്കാൻ ഇടയാകട്ടെ. ആമേൻ.